തുടങ്ങാം. എന്താണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും നമ്മൾ നോക്കണം. അപ്പൊ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ കുറച്ച് പോയിന്റ് നോക്കാം. ഓക്കെ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് 56 നവംബർ 1 1956 നവംബർ 1 നിലവിൽ വന്നത്. ആ സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, മലബാർ, തൃശൂർ, കോട്ടയം. തിക്കോ ത്രിക്കോ മലബാർ. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂര്, കോട്ടയം, മലബാർ. പിന്നെ കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് ഇന്ത്യ? 1.18. കേരളം ഉള്ളത് 1.18% ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിൽ കേരളം ഉള്ളത്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനമാണ് ചോദിക്കണമെങ്കിൽ 21. അങ്ങനെയാണെങ്കിൽ കുറച്ച് തലസ്ഥാനങ്ങളെ ചോദിക്കാം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം. തീർത്ഥാടക ടൂറിസത്തിന്റെ തലസ്ഥാനം ശബരിമലയൊക്കെ ഉള്ളതുകൊണ്ട് പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം എറണാകുളം. ഇഷ്ടംപോലെ വ്യവസായശാലയൊക്കെ ഉള്ളതുകൊണ്ട് എറണാകുളം. ഇനി എറണാകുളത്തിന്റെ വ്യവസായിക തലസ്ഥാനം കൊച്ചി. കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനം മലപ്പുറം. ചോദിച്ചല്ലോ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ. കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. ഓക്കെ, ഇനി കേരള ഭൂപ്രകൃതിയെ നോക്കാം. എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട്? 3. ഏതൊക്കെ? മലനാട്, ഇടനാട്, തീരപ്രദേശം. തീരപ്രദേശം. ആദ്യം പഠിക്കുന്നത് മലനാടില് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് മലകൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, പുല്ലുകൾ, ചെടികൾ എല്ലാം ഉണ്ട് മലനാട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭൂരിഭാഗം നദികളും മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48% മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് മലനാടുള്ള? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ 900 മീറ്റർ ആണ് കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം. കേരളത്തിന്റെ ഏത് ഭാഗത്തായിട്ട് വരും? കേരളം ഇങ്ങനെ കിടക്കുന്നു മുകളിലായിട്ട്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും വനങ്ങളാണ്. വനങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയായിരിക്കും? നമ്മളിവിടെ അല്ല, തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയൊക്കെയാണ്. ഇനി കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ട മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, സഹ്യപർവ്വതനിര. കേരളത്തില് സഹ്യപർവ്വതനിര. മഹാരാഷ്ട്രയിൽ വേറൊരു പേര്, അങ്ങനെ വേറെ അതിലൊന്നാണ് സഹ്യാദ്രി. കേരളത്തിൽ സഹ്യപർവ്വതനിര. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. നമ്മുടെ സ്വന്തം സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ചോദിക്കുകയാണെങ്കിൽ 1868 മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം. ഈ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 2001 എന്നാണ്. 2001 അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട്. നമ്മുടെ നെടുമങ്ങാട്. ഓക്കെ. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ചോദിച്ചാൽ മീശപ്പുലിമല. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മീശപ്പുലിമല. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാലും ഒന്നാമത്തെ കൊടുമുടി ആനമുടി. ഇനി പറയുന്നത് മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് നമ്മുടെ അഗസ്ത്യാർകൂടം. 2016 വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. എവിടെ? വയനാട് കുടക് അതിർത്തിയിൽ, കർണാടക. വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ.
ഇനി നമുക്ക് ആനമുടി പഠിക്കാം. ആനമുടി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, ഉയരം 2695 മീറ്റർ. അടിക്കണക്ക് ചോദിച്ചാൽ 8842 അടിയാണ് അടിക്കണക്കിൽ. കേരളത്തിലെ പറഞ്ഞല്ലോ ഏറ്റവും വലുതാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണെങ്കിൽ ഇടുക്കി. താലൂക്ക് ചോദിച്ചാൽ മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്. ആനമുടി ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്ക് കഴിഞ്ഞ് പഞ്ചായത്ത് ദേവികുളം താലൂക്ക്. ഈ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്, അറിയാമോ? ദേശീയ ഇരവികുളം. അവിടുത്തെ സംരക്ഷിത മൃഗം വരയാട്. ഓക്കെ. ഈ ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ഈ ആനമുടിയിലാണ്. ഓക്കെ. ആനമുടിയുടെ വടക്കേ അറ്റത്താണ് ആനമല. നമ്മൾ ആനമുടി എന്ന് എഴുതുമ്പോൾ ആദ്യം പറഞ്ഞത് ആന. അപ്പൊ ആനമുടിയുടെ ആദ്യം പറഞ്ഞതും ആ വടക്കേ അറ്റത്ത് പറഞ്ഞതും ആനമല. തെക്കേ അറ്റത്തുള്ളത് ഏലമല. തെക്കേ അറ്റത്ത് ഏലമല. വടക്ക് കിഴക്കാണെങ്കിൽ പളനിമല. വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നതാണ് പളനിമല. ആനമുടിയുടെ വടക്കറ്റം ഒന്നുകൂടെ പറ. ആനമുടിയുടെ തെക്കറ്റം ആനമുടിയുടെ വടക്ക് കിഴക്ക് പളനിമല. ഇനി അതാ പറഞ്ഞിട്ടുണ്ട്. ഏത് ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം. അവിടെ ഇരവികുളം അല്ലേ ഉള്ളൂ. അപ്പൊ ഇരവികുളത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ നീലഗിരി. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി. അടുത്ത് ഇടനാട് മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയ്ക്ക് കിടക്കുന്നതാണ് ഇടനാട്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം? 42. മലനാടാണെങ്കിൽ 48%. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഏതുള്ളത്? ഇടനാടുള്ളത്. ഈ ഇടനാടിന്റെ കിഴക്കേ അതിര് ചോദിച്ചാൽ ഏത് പറയാം? മലനാട്. പടിഞ്ഞാറേ അതിരാണെങ്കിൽ തീരപ്രദേശം. നടുക്കല്ലേ കിടക്കണം. ഇപ്പൊ ഇവിടെ ഉള്ളത് കിഴക്കുള്ളത് മലനാട്, തെക്കല്ലല്ല പടിഞ്ഞാറുള്ളത് തീരപ്രദേശം. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. നമ്മളിവിടേക്കുള്ള ലാറ്ററൈറ്റ് മണ്ണ്. അപ്പൊ ആ ലാറ്ററൈറ്റ് മണ്ണിൽ പ്രധാനമായിട്ടും ഇടനാട്ടിലെ കാർഷിക വിള റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരിച്ചിനി, നെല്ല്, വാഴ ഇതെല്ലാം അതിൽപ്പെടും. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് കുന്നുകൾ. ലാസ്റ്റത്തത് തീരപ്രദേശം. ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം കേരളത്തിൽ? 10%. ഇടനാട് 42, മലനാട് 48. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ 9. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽ തീരം ഇല്ലാത്തയാണെങ്കിൽ 5. ഏതൊക്കെ? ഈ PP വാങ്ങാൻ കൊള്ളാം. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കൊല്ലം വരുമല്ലേ, കോട്ടയം. അത് കൊല്ലത്തുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ കോട്ടയം. ഈ PP വാങ്ങാൻ കൊള്ളാം. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല? കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്കാണെങ്കിൽ ചേർത്തല. എവിടാ? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചോദിച്ചാൽ മുഴുപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂരാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ കടൽ തീരമുണ്ട്, എന്നാൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ കടൽ തീരം ഇല്ല. തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് നെല്ലും തെങ്ങും. നേരത്തെ ലാറ്ററൈറ്റ് കുന്ന് പറഞ്ഞല്ലോ. ഇടനാട് പഠിച്ചപ്പോഴത്തേക്ക് വടക്കൻ കേരളത്തിലോട്ട് ഇഷ്ടംപോലെ കാണുന്ന അതിൽ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് ആണ്.
രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം നമ്മുടെ വർക്കല ക്ലിഫാണ്. ഞാൻ ഇനി ബീച്ച് പറയാം, അത് ഏത് ജില്ലയിലാണെന്ന് പറയണം. പാപനാശം തിരുവനന്തപുരം. മറ്റൊരു പേരാണ് അല്ലേ, മാറ്റിയ വർക്കല. ഓ, പാപനാശം അല്ലെങ്കിൽ വർക്കല. ശംഖുമുഖം കോവളം തിരുവനന്തപുരം. തങ്കശ്ശേരി ബീച്ച് കൊല്ലം. ഫുള്ള് പറയാം, എല്ലാം 3 ഉണ്ട്. തങ്കശ്ശേരി ബീച്ച്, തിരുമുല്ലവാരം, അഴീക്കൽ, ഇത് 3 കൊല്ലത്താണ്. മാരാരി ബീച്ച്, പുറക്കാട്, തായ്ക്കൽ, എറണാകുളം, ആലപ്പുഴ. മാരാരി ബീച്ച്, പുറക്കാട്, തായ്ക്കൽ എവിടെയാണ്? ആലപ്പുഴ. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച്, എറണാകുളം. ചേറായി ബീച്ചും മുനമ്പം ബീച്ചും എറണാകുളം. ചാവക്കാട്, സ്നേഹതീരം, മുനയ്ക്കൽ, വാടാനപ്പള്ളി. ഏതൊക്കെയാണ്? ചാവക്കാട്, സ്നേഹതീരം, മുനയ്ക്കൽ, വാടാനപ്പള്ളി, തൃശ്ശൂര്. അടുത്ത് പടിഞ്ഞാറേക്കര, വാക്കാട്, പൊന്നാനി മലപ്പുറം. ബാക്കി 2 കൂടെ. വാക്കാട്, പടിഞ്ഞാറേക്കര. ബേപ്പൂർ, മാറാട്, കാപ്പാട്. ഏതൊക്കെ? ബേപ്പൂർ, മാറാട്, കാപ്പാട്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട്, കണ്ണൂർ. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട്, കണ്ണൂർ. ബേക്കല്, കാസർഗോഡ്. ഇതിത്രയാണ് ഭൂപ്രകൃതി വിഭാഗത്തിൽ തിരിച്ചിട്ടുള്ളത്. 3 നമ്മൾ പറഞ്ഞു: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടിന്റെ വിസ്തീർണം 48, ഇടനാട് 42, തീരപ്രദേശം. ഓക്കെ, ഇത് കഴിഞ്ഞ് ബാക്കി നമുക്ക് പിന്നീട് വായിക്കാം.